രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൂന്നാമത്തെ കേസിൽ 18 ദിവസം ജയിലിൽ കിടന്നു, സബ് ജയിലിൽ കിടന്നു, പുറത്തിറങ്ങി. അതിൻ്റെ നിയമവശങ്ങളെപ്പറ്റിയൊക്കെ തുടരെ നമ്മളെപ്പോലുള്ളവർ പറഞ്ഞു ആ കേസ് നിലനിൽക്കത്തില്ല, ആ കേസ് എടുക്കാനുള്ള കോഗ്നിസൻസ് അതിൻ്റെ അകത്ത് ഇല്ല എന്ന് പല സന്ദർഭത്തിലും ഞാൻ പറഞ്ഞു. എങ്കിലും രാഷ്ട്രീയ ചായ്വോടുകൂടി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എഫ്ഐആർ എടുക്കുകയും അയാളെ MLA അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പം വന്നിരിക്കുന്ന കാര്യങ്ങൾ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പോലീസിന് കഴിയില്ല. കാരണം സുപ്രീം കോടതിയിൽ ലേറ്റസ്റ്റ് ഒരു ഓർഡർ കൂടെ വന്നിരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ലോവർ കോടതികളൊക്കെ ധാരാളം പ്രാവശ്യം സുപ്രീം കോടതി മെൻഷൻ ചെയ്തു പോയ കാര്യങ്ങളൊക്കെയാണ്. കാരണം വിവാഹിതയായ സ്ത്രീകൾക്ക് ഒരു സ്ത്രീയെ അവരെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു പുരുഷൻ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് നിലനിൽക്കില്ല, അതൊരു റേപ്പിൻ്റെ പരിധി വരില്ല എന്ന് സുപ്രീം കോടതി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അത് പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഈ അടുത്ത ദിവസം അവിടുത്തെ സുപ്രീം കോടതി ജസ്റ്റിസായ BV നാഗരത്നയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാനും ചേർന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ് സുപ്രധാനമായ വിധിയാണ്. പല സന്ദർഭത്തിലും സുപ്രീം കോടതി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കൃത്യമായ ഒരു ഓർഡറൂടെ ജഡ്ജ്മെൻറ്റൂടെ വന്നിരിക്കുന്നു. അത് കാരണം ഛത്തീസ്ഗഡിലെ ഒരു വക്കീലിൻ്റെ കേസിലാണ്. വക്കീൽ തൻ്റെ സഹപ്രവർത്തകരെ നിരന്തരമായി പീഡിപ്പിക്കുമായിരുന്നുവെന്നും അങ്ങനെ ആ പെൺകുട്ടി ഇപ്പോൾ ഒരു കേസ് കൊടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിനെ പറ്റിയുള്ള ചില പരാമർശങ്ങൾ നേരത്തെയൊക്കെ ലോവർ കോടതിയിലൊക്കെ നടത്തുകയും ഏതായാലും വക്കീലിപ്പം സുപ്രീം കോടതിയിൽ പോയി തനിക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ, തനിക്കെതിരായിട്ടുള്ള FIR അത് ക്വാഷ് ചെയ്ത് കളയണം എന്ന് സുപ്രീം കോടതി അഭ്യർത്ഥിച്ചു. കാരണം ആ കേസിൻ്റെ അന്വേഷണത്തിലാണ് പോലീസിന് മനസ്സിലായത് ഈ വക്കീലെ സഹപ്രവർത്തകയായ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന്. വിവാഹിതയായ ആ സ്ത്രീയെ പല പ്രാവശ്യം പീഡിപ്പിക്കുകയും അവരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ അത് റേപ്പിൻ്റെ പരിധിയിൽ കേസെടുക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണമാണ് ഇപ്പം വന്നിരിക്കുന്നത്. ജസ്റ്റിസ് നാഗരത്നയും ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാനും അവരുടെ ജഡ്ജ്മെൻറ്റ് കൃത്യം പറയുന്നുണ്ട്, വിവാഹം കഴിച്ച ഏത് സ്ത്രീകളായാലും ശരി അവർ മറ്റൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവരെ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാണ് ബന്ധപ്പെട്ടതെന്നും അത് താൻ സമ്മതം കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വിവാഹിതയായ ഒരു സ്ത്രീക്ക് ആ ഒരു കാര്യം പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി അത് റദ്ദ് ചെയ്തത്. ഏതായാലും FIR തന്നെ ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA കേസിലും വളരെ പ്രസക്തമായ ഒരു വിധി തന്നെയാണ്. മൂന്നാമത്തെ കേസ് നിലനിൽക്കില്ല എന്നുള്ള ഉറപ്പായി. കാരണം മൂന്നാമത്തെ കേസിനകത്ത് പെൺകുട്ടി വിദേശത്താണെങ്കിലും അത് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് 154 CRPC അനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടില്ല. കാരണം അത് ചെയ്യാൻ കഴിയില്ല. ആ പെൺകുട്ടി നിയമപരമായി പോലീസിനെ സഹായിക്കുന്നില്ല എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അതുകൊണ്ട് ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. തുടക്കത്തിലെ അത് നന്നായിട്ട് വിശകലനം ചെയ്ത് നന്നായിട്ട് പഠിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് തടസ്സമില്ല. ചാടിക്കേറി പ്രതിയെ അറസ്റ്റ് ചെയ്തത് അത് നിയമത്തിൻ്റെ പരിധി വരില്ല, നിൽക്കില്ല എന്നാണ് തുടക്കം മുതലേ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പുലിവാലി പിടിച്ചു പോലീസ് എന്നാണ് ഞാൻ അന്ന് തുടർച്ചയായിട്ട് പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഈ വിധിയോടുകൂടി ആ കേസിൻ്റെ കാര്യങ്ങൾ തീർന്നിരിക്കുന്നു. അത് ഫൈനൽ റിപ്പോർട്ട് എഴുതി അത് ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് ഗർഭമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മറ്റൊരു കാര്യമാണ്. അതിനുള്ള എവിഡൻസുകളൊന്നും ഇപ്പം പോലീസിന് മുമ്പേ ആ പെൺകുട്ടിയെ കൊടുത്തിട്ടുമില്ല, അതൊട്ട് ലഭിക്കാനും പോകുന്നില്ല. കാരണം ഒരു വർഷവും 8 മാസം മുമ്പാണ് ആ സംഭവം നടന്നിരിക്കുന്നത്. അതിനൊരു മെഡിക്കൽ പരിശോധന നടത്തിയാൽ ഇപ്പോൾ എവിഡൻസ് ലഭിക്കില്ല. മെഡിക്കൽ പരിശോധന നടത്താൻ ആ പെൺകുട്ടിയോട്ട് സഹകരിക്കുന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ആ കേസ് മലീഷ്യസ് ആയിട്ടൊരു പ്രോസിക്യൂഷനായിട്ട് കണക്കാക്കാൻ ഒക്കുകയുള്ളൂ. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അത് ജാഗ്രത ഇതിനകത്ത് കീഴ്ക്കോടതികൾ കാണിക്കണമെന്ന് സുപ്രീം കോടതിയുടെ ആ ജഡ്ജ്മെൻറ്റ് പറഞ്ഞു. ഇതുപോലുള്ള കേസുകൾ വരുമ്പോൾ റിമാൻഡ് ചെയ്യുന്നതിന് പകരം ആ കേസിനകത്ത് പ്രതികൾക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ ജാമ്യം കൊടുത്തു വിടാം. അതുപോലെ പ്രോസിക്യൂഷന് ഇതാണ് അവരെ കുറ്റച്ചുരുക്കമെങ്കിൽ
പ്രോസിക്യൂഷന് സ്കോപ്പില്ല എന്ന് അത് ജാഗ്രത ഉണ്ടായിരിക്കണം കോടതിക്ക്. ഇങ്ങനെ എന്തെങ്കിലും പോലീസ് മലീഷ്യസ് ഇൻറ്റൻഷനോട് കൂടി ഒരു കേസ് എടുത്ത് കൊണ്ടുവന്നാൽ അപ്പുറത്തേക്ക് അപ്പോൾ തന്നെ ജാമ്യം കൊടുത്ത് ആ കേസിൻ്റെ കൃത്യത എന്താണെന്ന് കോടതി മനസ്സിലാക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ കേസ് നിയമപരമായി നിലനിൽക്കില്ല. അത് റെഫർ ചെയ്ത് കളയേണ്ടി വരും പോലീസിന്. അങ്ങനെ റെഫർ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളയാതെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഹൈക്കോടതി ക്വാഷ് ചെയ്യും. മലീഷ്യസ് പ്രോസിക്യൂഷന് ഒരു MLA പ്രോസിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കൃത്യമായ നടപടി ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്.